എനിക്ക് 34, ചെറുക്കന് 21 ഞങ്ങൾ രണ്ടും എനിക്കിഷ്ടമാണ്, അവനിഷ്ടമാണ്, ഞങ്ങൾ രണ്ടും കല്യാണം കഴിക്കും. ഞാൻ കെട്ടും, ഞാൻ പ്രേമിക്കുന്നു, ഞാൻ സ്നേഹിക്കുവാണേ. ഞാൻ 20 വയസ്സുകാരനെ വേണേലും ഞാൻ കെട്ടുവേ. എന്നെ അയ്യോ പ്രേമിക്കാൻ പറ്റിയ ഒരു ചരക്ക്. നിന്നെ എത്രാമത്തെ കെട്ടാ? 4മത്തെയോ? എത്രാമത്തെ കെട്ടാണിത്? കെട്ട് ഈ ജന്മം മൊത്തം കെട്ടിക്കൊണ്ടിരിക്കുക. നിന്നെ ആരെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരു ഒറ്റ മനുഷ്യൻ വന്ന് കെട്ടട്ടെ. തൊലിക്കത്തി അത്രയുള്ള ഒരു എന്താണ് പോത്ത് 34 പറഞ്ഞുകൊണ്ടിരിക്കുക. 34, 35, 36 കടന്നു പോയിട്ട് കാലങ്ങളായി. വയസ്സ് 40 എടുക്കുവാണ്. ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ ഒരു അമ്മയ്ക്ക് പറയാൻ സാധിക്കുമോ? എത്രയോ, അതായത് അനുമോള് വന്നിട്ടുണ്ടായിരുന്നു, നൂറ വന്നിട്ടുണ്ടായിരുന്നു, ആദില വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരെയും വിളിക്കുന്നില്ല, ഒരുത്തരെയും ഞാൻ വിളിക്കുന്നില്ല. ചിലപ്പോ ഞാൻ കാണത്തില്ല. ഞാനിപ്പോ എവിടെ വിദേശത്തേക്ക് പോകാനാണ് തിരിഞ്ഞു. ആ ചെറുക്കന് 12, 13 വയസ്സാകുന്ന വരെയുള്ള തീറ്റയേ ഉള്ളൂ. അത് ചെറുക്കൻ ചവിട്ടി പുറത്തായിക്കോളൂ. അവനെ സ്കൂളിൽ ഇറങ്ങി നടക്കുമ്പോൾ അവന്റെ കൂട്ടുകാരി കളിയാക്കുമ്പോൾ അവൻ ഒരു മകൻ അടിച്ചിറക്കി അല്ലേ. ആ ഒരു മകനെ ഈ രേഷ്മ തങ്കച്ചന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കുമല്ലോ പ്രേക്ഷകരെ. ഈ രേഷ്മ തങ്കച്ചന്റെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെയാണ് ഈ ഡയലോഗ് ശ്രദ്ധിക്കേണ്ടത്. രേഷ്മ തങ്കച്ചൻ എന്താണ് മീഡിയക്കാരോട് സംസാരിച്ചത്? 20 വയസ്സുള്ള ആളെ ആണെങ്കിലും അവന് സമ്മതമാണെങ്കിൽ അവനെ കെട്ടാൻ ഞാൻ തയ്യാറാണ്, അവനെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. ഇത്തരം തരംതാണ സംസാരം, ഇത്രയും നാണം കെട്ട വർത്തമാനം സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ തള്ളേ? നിങ്ങൾക്ക് 10-40 വയസ്സെടുക്കുന്ന തള്ളയല്ലേ? നിങ്ങൾക്ക് 38 വയസ്സ് പ്രായമില്ലേ? അതല്ലേ നിങ്ങളുടെ യഥാർത്ഥ പ്രായം? വയസ്സ് 40 സ്ത്രീയാണ് നിങ്ങൾ എന്നുള്ള ഒരു പക്വതയും പാകതയുമായിട്ടുള്ള സംസാരമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കേണ്ടത്. അല്ലാത്ത വർത്തമാനം കൊണ്ടൊന്നും ഇങ്ങോട്ട് മീഡിയക്കാരുടെ ഇടയിലേക്കും സമൂഹത്തിന് ഉള്ള പെൺകുട്ടികൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരണ്ട. കേട്ടല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് മാനം മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പാക്കി സോഷ്യൽ മീഡിയ വിട്ട് പോകുക. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നാണമില്ല? 20 വയസ്സുള്ള ആളെ കല്യാണം കഴിക്കാൻ എനിക്കൊരു എതിർപ്പൊന്നുമില്ല, അവന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നെ കെട്ടാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നത്. കല്യാണം നിങ്ങൾക്ക് വയസ്സ് 16 പൂർത്തിയായിട്ട് നിൽക്കുവാണോ? നിങ്ങൾക്ക് വയസ്സ് 16 പൂർത്തിയായിട്ട് നിങ്ങൾക്ക് എന്നെ കല്യാണ പന്തലോട്ട് ഇറക്കുവാണോ? നിങ്ങൾക്ക് 40 വയസ്സായി അടുത്ത് നിൽക്കുന്ന സ്ത്രീയല്ലേ? നിങ്ങൾ അതിൻ്റെതായ പക്വതയും ബാധ്യത നിങ്ങൾ കാണിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് മെസ്സേജാണ് സമൂഹത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പെൺകുട്ടികൾക്ക് നിങ്ങൾ ഏത് രീതിയിലുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് നിങ്ങൾ എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത് നിനക്ക് നാണമില്ലാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ട്, നാണമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടുമാണ് ഇത്തരം കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോ നീ മനസ്സിലാക്കേണ്ട കാര്യം, വിവരവും വിദ്യാഭ്യാസവും അറിവും വിവേകവും കുടുംബ മഹിമയും ഉള്ള ആൾക്കാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഏത്? സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ വന്ന് വർത്തമാനം പറയുമ്പോൾ, സോഷ്യൽ മീഡിയ ഓരോ ഡയലോഗും പറയുമ്പോൾ അത് ശ്രദ്ധിക്കണം. നിനക്ക് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഒരു വേദിയല്ല സോഷ്യൽ മീഡിയ. ഇവിടെ പല ആൾക്കാരും ഉദ്യോഗസ്ഥന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ല നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ ജോലിക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു, സാധാരണ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പെൺകുട്ടികൾ, വളർന്നു വരുന്ന പെൺകുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വളർന്നു വരുന്ന ആൺകുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നീ കുറെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ നമ്പർ കുറച്ച് രംഗങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. 18 വയസ്സ് പൂർത്തിയാർക്ക് 190 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ട് കുറച്ച് രംഗങ്ങൾ കാണിക്കുന്നുണ്ടോ? നാണമില്ലേ തളച്ചി? നിങ്ങൾ 40 വയസ്സിന്റെ പക്വതയെ നിങ്ങൾ കാണിക്കുന്നുണ്ടോ തളച്ചി? നിങ്ങൾക്ക് മക്കളില്ലേ? 2 മക്കൾ നിങ്ങൾക്ക് ഒരു മകനെ അടിച്ചിറക്കി അല്ലെ? ആ ഒരു മകനെ തളയെ അടിച്ചിറക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവൻ തന്നെ ഇറങ്ങി ഓടിപ്പോയി അല്ലെ? രണ്ടാമത്തെ മകനും അടിച്ചിറക്കാനായിട്ടാണോ നിങ്ങൾ ഇത്രയും എക്സ്ക്ലൂസീവ് രംഗങ്ങൾ കൊണ്ടുവരുന്നത്? നീ എന്താണോ വീഡിയോ ഈ 190 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്ത ഈ ഒരു മാസം 6.5 ലക്ഷം രൂപ വരുന്നുണ്ട് നിന്റെ ആ പൈസ കണക്ക് കൂട്ടി നോക്കുമ്പോൾ. നീ ഈ മേടിക്കുന്ന ഈ തുകയുണ്ടല്ലോ, MBBS ഡോക്ടർമാർക്ക് പോലും ആ തുക കിട്ടുന്നില്ല പ്രതിമാസം. മനസ്സിലായില്ലേ? അപ്പൊ നിന്റെ എന്തേലും ലോ ആയിട്ട് കാണിച്ചിട്ടാണ് ഇത്തരം പൈസ നീ ഉണ്ടാക്കുന്നതെന്ന് നീ ചിന്തിക്കണം. നിന്റെ മക്കള് അല്ലെങ്കിൽ നിന്റെ മകനില്ലേ, ഇളയ മകൻ, ആ മകൻ ചിന്തിപ്പിക്കും. ഇപ്പൊ ചിന്തിക്കണ്ട, പക്ഷെ അന്നാലും ചിന്തിപ്പിച്ചോളൂ. 6 വർഷം കൂടെ കഴിയുമ്പോൾ ആ ചെറുക്കനെ 7 വയസ്സ് കണ്ടായി. ആ ചെറുക്കനെ തീർത്ത് കുഞ്ഞു ചെറുക്കൊന്നും അല്ല, 2 വയസ്സും 1 വയസ്സൊന്നും അല്ല ചെറുക്കനെ, വയസ്സ് 7 ആയി ആ ചെറുക്കനെ. അതുകൊണ്ട് നീ ഇപ്പൊ ഉടനെ വിവരം അറിഞ്ഞോളൂ, നിന്നെ ചിന്തിപ്പിച്ചോളൂ, ആവശ്യത്തിന് ചിന്തിപ്പിക്കാൻ വെള്ളം കുടിപ്പിച്ചോളൂ. മൂത്ത മകൻ ഇപ്പം ആവശ്യത്തിന് തന്നിട്ടല്ലേ ഇറങ്ങി പോയിരിക്കുന്നത്, നല്ല മുഖത്ത് നോക്കി തന്നെ മറുപടി തന്നിട്ടാണ് പോയത്. അതുപോലെ ഇളയ ചെറുക്കൻ, അവൻ മൂത്ത മകൻ, അവന് അത്രയും പറയാനുള്ള റൈറ്റേ ഉള്ളൂ. അതുകൊണ്ട് അവൻ കൂടുതൽ അങ്ങോട്ട് വന്നില്ല. ശരീരത്തിട്ട് തന്നില്ല. ഇളയ മകനുണ്ടല്ലോ, നിന്റെ ഇളയ മകൻ ചവിട്ടി പുറത്താക്കും, കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കും. അപ്പൊ നീ അതുവരെ കിടന്നിട്ട് കളിക്കത്തുള്ളൂ. നീ അതുവരെ അത്രയും നാള് പറയുന്ന ആൾക്കാർ പറയുന്നൊന്നും ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസിൽ എത്രയോ താരങ്ങൾ ഇവിടെ അണിനിരുന്നു ആ പരിപാടിക്ക്, ആ വളയിടിൽ ചടങ്ങിന് എത്രയോ, അതായത് അനുമോള് വന്നിട്ടുണ്ടായിരുന്നു, നൂറ വന്നിട്ടുണ്ടായിരുന്നു, ആദില വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രസിദ്ധരായിട്ടുള്ള താരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അവരെ ഒന്ന് ശ്രദ്ധിക്കാത്ത മട്ടിൽ നിന്നെ ശ്രദ്ധിച്ചെന്തിനാണ്? ഭയങ്കര സൗന്ദര്യം കൂടി പോയിട്ടായിരിക്കും അല്ലേ? ആ സൗന്ദര്യത്തിന്റെ ഇത് കണ്ടിട്ടായിരിക്കും നോക്കിയത്.
ആൾക്കാരല്ലേ നോക്കിയത്? നീ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ കാണിച്ചു കൊടുത്തിട്ടില്ലേ? അത് കാണാനല്ലേ ആൾക്കാര് നിന്നെ ഉറ്റുനോക്കുന്നത്? അത് നീ മനസ്സിലാക്കുന്നുണ്ടോ? അത്രയും തറയാണെന്നുള്ള വിവരം. അത്രയും തറയാകാൻ ആർക്കും സാധിക്കില്ലാത്തത് കൊണ്ടാണ് എന്നുള്ള കാര്യം നിനക്ക് വിവരമില്ലെങ്കിലും നീ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? മനസ്സിലായില്ലേ പറയുന്ന കാര്യങ്ങളൊക്കെ? അപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്നോണ്ട് എന്തല്ല കാണിക്കുന്ന? ചൊടി പൊട്ടിയിരുന്ന് കാണിക്കുന്നു, അത് ചൊടി പൊട്ടിയതാണെന്ന് കാണിക്കുന്നു, വൃത്തികെട്ട ചൊടി അനക്കല്ല കാണിക്കുന്നു. അത് പറയുമ്പം പറയുന്നു ഞാൻ ചൊടി പൊട്ടിയതാണെന്ന് പറഞ്ഞ് ചൊടി പൊട്ടിയതേ അങ്ങ് വീട്ടിൽ കൊണ്ടേ കാണിക്കണം. അല്ലാത്ത കുടുംബത്തിൽ പിറന്ന ഒരാണുങ്ങളെയും ഒരു പെണ്ണുങ്ങളെയും കിട്ടുന്നില്ല ഇന്ന് കാണാൻ. അവർക്ക് കാണാൻ അത്ര താല്പര്യമില്ല. രേഷ്മയോട് അതാ പറയാനുള്ളത്. അത്ര താല്പര്യമില്ല. നീ വിചാരിക്കുന്നവരെ ഒന്നും ഇല്ല. ആരും കഴിച്ചില്ല. നിന്നെ മാത്രം ഞാൻ ചോട്ടെ, 20 ഏത് ഏജിലുള്ള ആളെ കല്യാണം കഴിക്കുമോ എന്ന് നിന്നോട് മീഡിയക്കാർ ചോദിക്കണമെങ്കിൽ നീ എത്ര തറയായിട്ടായിരിക്കും അത് ചോദിച്ചത്? അല്ലാത്ത എത്രയോ നടികൾ ഇവിടെ ജീവിച്ചു പോകുന്നു, അല്ലെങ്കിൽ സാധാരണ എത്രയോ സ്ത്രീകൾ ജീവിച്ചു പോകുന്നു. അവരോടൊന്നും ചോദിക്കുന്നില്ല നിങ്ങൾ ഏത് ഏജിലുള്ള ആളെ കല്യാണം കഴിക്കുമോ എന്ന് ആരെങ്കിലും ചോദിക്കുമോ? അങ്ങനെ ചോദിക്കാനായിട്ട് ആരെങ്കിലും നിന്നു കൊടുക്കുവോ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാധാരണ കുടുംബത്തിൽ ഒരു പെൺകുട്ടികളോട് ചോദിക്കത്തില്ല അങ്ങനത്തെ ഒരു വാക്ക്. അപ്പൊ അതിന് പോലും മറുപടി പറയാൻ നിനക്ക് അറിയത്തില്ല. നീ അവരോട് ഒത്ത് നിൽക്കുവാണ് നിനക്ക് റീച്ച് കിട്ടാനായിട്ട്, അല്ലേ? നീ ഇങ്ങനെ ഒത്തിരി തിന്നും, ഇങ്ങനെ കാശുണ്ടാക്കി ഒത്തിരി തിന്നും. ആ ചെറുക്കന് 12-13 വയസ്സാകുന്ന വരെയുള്ള തീറ്റയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ചെറുക്കൻ ചവിട്ടി പുറത്തായിക്കോളൂ. അവനെ സ്കൂളിൽ ഇറങ്ങിയെടുക്കുമ്പോൾ അവന്റെ കൂട്ടുകാരി കളിയാക്കുമ്പോൾ അവൻ നിന്നെ ചവിട്ടി പുറത്താക്കും. ഈ കഴിഞ്ഞ വർഷം അവിടെ കിടന്ന് നാടകം കളിച്ചൊക്കെ നമ്മൾ കണ്ടാണ്. ഞാൻ ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഒരു ആണ്ട് ദിവസം കിടന്ന് കളിച്ചത് അറിയാം. ഈ വർഷം 3ാമത്തെ വർഷമായ ഈ വർഷം ജൂൺ 5-ന് സുധിയുടെ ആണ്ട് ദിവസം ഭക്ഷണം വെക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സാധാരണപ്പെട്ട ഒരു ഭാര്യ എന്തായിരിക്കും മറുപടി പറയുന്നത്? അല്ലെ? എത്ര എളിമയോടുകൂടി, എത്ര സങ്കടത്തോടുകൂടി നമ്മൾ എന്താണോ പരിപാടി അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് മര്യാദയ്ക്ക് നിലത്ത് നിന്നുകൊണ്ട് അഹങ്കാരമില്ലാതെ മീഡിയക്കാരോട് പറയുകയല്ലേ ഇത് ഇന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ പറയുവാണ് ഞാൻ വലിയതായിട്ട് വെക്കുന്നില്ല, എങ്കിലും ഒരു പ്രാർത്ഥന അത്യാവശ്യ ചടങ്ങ് മാത്രമേ കാണുള്ളൂ. അങ്ങനെയൊക്കെയല്ലേ സാധാരണ ഭാര്യമാർ പറയുന്നത്. അതിന് രേഷ്മ വന്നിരിക്കുന്ന ഇല്ല, ഒന്നുമില്ല. ചിലപ്പോൾ ഞാൻ കാണും കേട്ടോ, ചിലപ്പോഴേ ഞാൻ കാണത്തുള്ളൂ. കാരണം ഞാൻ അത്രയ്ക്ക് ബിസിയുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ സുധിച്ചേട്ടന്റെ ആണ്ട് ദിവസം ഒന്നും ഒരു പ്രാർത്ഥനയും വെക്കുന്നില്ല, ഒരു ഫംഗ്ഷനും ഇല്ല, ആരെയും വിളിക്കുന്നില്ല, ഒരുത്തരെയും വിളിക്കുന്നില്ല. ഞാൻ വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കേട്ടോ കൂടുതൽ. കാരണം എനിക്ക് നിൽക്കാൻ വരാത്ത തിരക്കാണ് നിൽക്കാൻ. അപ്പൊ ഈ മീഡിയക്കാരോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇവിടെ കാണത്തില്ല, ഞാൻ മിക്കവാറും ഇവിടെ കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ സുധിച്ചേട്ടന്റെ ആണ്ടിന് മക്കളും വീട്ടിലുള്ളവരും മാത്രമേ ഇവിടെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മീഡിയക്കാർ ചോദിക്കുകയാണ് എന്താണ് അവിടെ വിദേശത്ത്. യഥാർത്ഥത്തിൽ അവർ കളിയാക്കണേ ചോദിക്കുന്ന മീഡിയക്കാര്. അതായത് ചോദിക്കണേ അവിടെ എന്താണ് വിദേശത്ത്, അവിടെ വല്ല ജോലിക്കും പോവുകയാണോ എന്ന് മീഡിയക്കാര് ചോദിക്കുന്നത് കളിയാക്കിക്കൊണ്ടാന്ന് നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. പക്ഷെ രേഷ്മയ്ക്ക് മനസ്സിലാകത്തില്ല. അവള് പറയാ അല്ല, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്ത്രീയുടെ ആ നിലവാരമില്ലാത്ത വാക്കുകളും ആ ആത്മാർത്ഥതയില്ലാത്ത ഭർത്താവിനോടുള്ള സ്നേഹവും ഈ പ്രേക്ഷകരോടുള്ള ബഹുമാനവും എത്രയ്ക്കുണ്ട് എന്നുള്ള വിവരം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. ഈ രേഷ്മ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് 20 വയസ്സുള്ള ചെറുക്കനെ വേണേലും ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറയുന്നത്. എന്തിനാണ്? തമാശയ്ക്ക് പറഞ്ഞ ഈ ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ ഒരു അമ്മയ്ക്ക് പറയാൻ സാധിക്കുമോ? ഈ നാണം കേട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും നാണക്കേടാണ്. ഒരു സ്ത്രീകൾക്കും ഇത്രയും അതപ്പതിക്കാൻ പറ്റത്തില്ല. എക്സ്ക്ലൂസീവ് രംഗങ്ങൾ നീ കാണിച്ചു കൊടുത്തല്ലേ 18 വയസ്സുള്ള പിള്ളേർക്ക്. അതുകൊണ്ടല്ലേ നിന്നെ ആ അതിലെ 100 അനുമോടും ഒക്കെ ഇരിക്കുന്ന ആ വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ പോലും നിനക്ക് ഒരുപാട് പ്രത്യേകത ആൾക്കാർ കാണുന്നുണ്ട്. എങ്കിൽ എന്താണ് അത് തറപരിപാടിക്ക് പോയിട്ട് തന്നെയാണ്. വിദേശത്തേക്ക് കുറച്ചാളത്തേക്ക് പോകുന്നില്ലായിരുന്നു, ഇപ്പൊ വീണ്ടും വിദേശത്തേക്ക് പോകുന്ന കാര്യം എടുത്തിടാൻ തുടങ്ങി. നിനക്ക് വിദേശത്തായ അല്ലെങ്കിലും നിവൃത്തിയുള്ളൂ. വീട്ടിലും നാട്ടുകാരുടെ ഇടയിലും ഒന്നും പറ്റുകയില്ല. വിദേശത്ത് പോയി കിടക്കാൻ അതുപോലെയുള്ള പരിപാടിക്ക് വിദേശത്തേക്ക് പോവുക മാത്രമേ ഇതിനകത്ത് ഇതുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് മര്യാദയ്ക്കുള്ള ഒരു ജോലി ചെയ്ത് സ്വന്തം മക്കളെയും സ്നേഹിച്ച് മക്കളെയും വളർത്തി ജീവിക്കാൻ നിനക്ക് പറ്റത്തില്ല. 16 വയസ്സ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയായതുകൊണ്ട് പ്രേമത്തിന്റെയും കല്യാണത്തിന്റെയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പന്തലിലോട്ട് ഇറക്കാൻ തുറക്കണമോ? ഇപ്പൊ മുലപ്പൊലിമാരെയൊക്കെ ചേർത്തി പന്തലിലോട്ട് ഇറക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നാണം കാരണം നിൽക്കാൻ മേല. നാണവും ചമ്മലും ഒക്കെ ആയിട്ടും പുള്ളിക്കാരിക്ക് നിൽക്കാൻ വയ്യ. അതായത് 40 വയസ്സുള്ള സ്ത്രീയാണ് ഇവരിങ്ങനെ കിടന്ന് കളിക്കുന്നത്. വയസ്സ് 40 ഉണ്ട് ആ സ്ത്രീക്ക്, 40 അടുക്കുവാണ്. വയസ്സ് 32 ഈ രേഷ്മയുടെ പ്രായം. ഇപ്പോഴും 34 എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. 34, 35, 36 കടന്നു പോയിട്ട് കാലങ്ങളായി. വയസ്സ് 40 എടുക്കുവാണ്. അതിന്റെ പക്വതയും ഭാഗതയും നിങ്ങൾ കാണിക്കുന്നുണ്ടോ സ്ത്രീയെ? നിങ്ങൾക്ക് നാണമില്ല ഇതുപോലത്തെ വർത്താനം പറഞ്ഞു നടക്കാനേ? 20 വയസ്സാണേലും ഞാൻ കെട്ടാൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നിന്നെ എത്രാമത്തെ കെട്ടാ? 4ാമത്തെയോ? എത്രാമത്തെ കെട്ടാണിത്? കെട്ട് ഈ ജന്മം മൊത്തം കെട്ടിക്കൊണ്ടിരിക്കുക. നിന്നെ ആരെങ്കിലും കെട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരു ഒറ്റ മനുഷ്യൻ വന്ന് കെട്ടട്ടെ. തൊലിക്കെട്ടി അത്രയുള്ള ഒരു പോത്തിന് പോലും തൊലിക്കെട്ടി ഉള്ള ആൾക്കാർ മാത്രമേ വന്ന് കെട്ടുള്ളൂ. നിന്നെയൊക്കെ താലി കെട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കെട്ടുമെന്ന് നിന്നെയൊക്കെ പൂർപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ?
ഭർത്താവ് മരിച്ചിട്ട് ഒരു 2 വർഷം പോലും ആകുന്നതിന് മുമ്പ് ഇതുപോലത്തെ കോപ്രായങ്ങളും ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് രംഗങ്ങളും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയെ ആരെങ്കിലും കെട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? കിട്ടുന്നത് മനസ്സമാധാനത്തോടെ പറഞ്ഞോണ്ട് നടക്കും. നിനക്ക് സ്വയം പറയാം. എന്താണ്? എന്നെ കെട്ടും, ഞാൻ പ്രേമിക്കുന്നു, ഞാൻ സ്നേഹിക്കുവാണേ, ഞാൻ 20 വയസ്സുകാരനെ വേണേലും ഞാൻ കെട്ടുവേ, എന്നെ പ്രേമിക്കാൻ പറ്റിയ ഒരു ചരക്ക്, പ്രേമിക്കാൻ പറ്റിയ ഒരു ചരക്കാണ്. അതുകൊണ്ട് ഇനി മേലെ സോഷ്യൽ മീഡിയ വന്നൊരു മര്യാദക്ക് വർത്താനം പറയണം. സ്ത്രീകൾക്ക് കേൾക്കാൻ കൊള്ളാവുന്ന സംസാരിക്കുക, കണ്ടിരിക്കാൻ കൊള്ളാവുന്ന വീഡിയോസ് ഇടുക. മനസ്സിലായില്ലേ? 18 വയസ്സുള്ള മക്കളുടെ സ്ഥാനത്തുള്ള പിള്ളേരെയൊക്കെ എന്താണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് നാണമില്ല സ്ത്രീ നിനക്ക് ഇങ്ങനെയൊക്കെ നിനക്ക് തുടങ്ങാനായിട്ട്? എന്താണ് പറയുന്നത്? നമുക്ക് പറഞ്ഞറിയോ? എത്ര കാലമായിട്ട് ഇത് തുടങ്ങിയേക്കുന്നത്? സോഷ്യൽ മീഡിയ ഒന്ന് മര്യാദ ഉള്ള സംസാരിക്കുക, മാന്യമായിട്ട് സംസാരിക്കുക, മാന്യമായ പെൺകുട്ടികൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയ ഡയലോഗുകൾ പറയുക, വീഡിയോസ് ഇടുക. എന്തായാലും ഈ രേഷ്മ തങ്കച്ചന്റെ ഓരോ കോമാളിത്തരങ്ങളും കോപ്രായത്തരങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് നിറയുകയും അത് മറ്റുള്ളവർക്ക് കണ്ടിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വീഡിയോ ആയതിനാൽ അതിനെതിരായിട്ട് ഒരുപാട് പേരാണ് മുമ്പോട്ട് വരുന്നത് എന്നുള്ള കാര്യം ഈ രേഷ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കണ്ടാൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.